Ascent ENT Hospital, പെരിന്തൽമണ്ണ. 2014 അസെന്റ് ENT ഹോസ്പിറ്റൽ പ്രവർത്തനമാരംഭിക്കുമ്പോൾ ENT സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന നൂതനമായ ഒരു ആശയം വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തീർത്തും അന്യമായിരുന്നു. ENT സംബന്ധമായ വൈദ്യശാസ്ത്ര സാങ്കേതികത പരമാവധി ഉപയോഗപ്പെടുത്താനും പ്രസ്തുത രംഗത്ത് കൂടുതൽ ഗവേഷണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനേക്കാൾ ഒരു ENT സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റലിന് ഏറെ സാധ്യത ഉണ്ടെന്ന തിരിച്ചറിവുമായിരുന്നു ഈ ചുവടുവെപ്പുകൾക്ക് പ്രചോദനം. ദക്ഷിണ മലബാറിലെ ആദ്യത്തെ ENT സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി അസെന്റ് ENT ഹോസ്പിറ്റൽ 2014 പെരിന്തൽമണ്ണയിൽ ആരംഭിച്ചു. സാധാരണ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു രോഗി പോകുമ്പോൾ പലതരം വിഷമങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ബോധം കൊണ്ട് തന്നെ ENT ആൻഡ് ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അത്തരം രോഗികൾക്ക് മാത്രമായി ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഈ ഒരു റീജിയനിൽ, കേരളത്തിൻ്റെ ഈ ഒരു ഏരിയയിൽ തുടങ്ങണമെന്ന് ഒരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അസെന്റ് ENT ഹോസ്പിറ്റൽ എന്ന പേരോടെ ഈ ഒരു ആശുപത്രി 2014 ആരംഭിച്ചത്. ഒരു ഹോസ്പിറ്റൽ എന്നതിലുപരി ഒരുപാട് രോഗികളുടെ പ്രതീക്ഷയും സന്തോഷവുമാകുകയാണ് ഇന്ന് അസെന്റ് ഹോസ്പിറ്റൽ. തങ്ങളുടെ
ഹോസ്പിറ്റൽ പ്രവർത്തനം ആരംഭിക്കാൻ കാരണമായത്. നിർധനരായ രോഗികൾക്കും സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവർക്കും വളരെയധികം ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത്തരം നൂതന സംവിധാനങ്ങളെ ഉപയോഗിച്ച് വേണ്ട രീതിയിൽ അവർക്ക് ചികിത്സ നൽകുക എന്ന ഉദ്ദേശം ഈ ആശുപത്രി തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ അകത്തു നിന്നും പുറത്തു നിന്നും ഏകദേശം 35,000 രോഗികൾ ഇവിടെ ചികിത്സ നേടിയിട്ടുണ്ട്. ഏകദേശം 2,000-ഓളം രോഗികൾക്ക് വിജയകരമായി ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതു സങ്കീർണമായ കേസുകളും കൈകാര്യം ചെയ്യാൻ പ്രാപ്തമായ ഒരു മെഡിക്കൽ ടീം ഡോക്ടർ ഷറഫുദ്ദീന്റെ നേതൃത്വത്തിൽ 24 മണിക്കൂറും സർവ്വസന്നദ്ധമാണ്. ഫുള്ളി എക്യുപ്ഡായ ICU, വിദേശ നിർമ്മിതമായ ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ഓഡിയോളജി ഡിപ്പാർട്ട്മെന്റ്, സർവസജ്ജമായ എൻഡോസ്കോപ്പി യൂണിറ്റ്, എക്സ്റേ ലാബ്, ഫാർമസി തുടങ്ങി രോഗികളുടെ താമസത്തിനായി ശാന്തവും സ്വസ്ഥവുമായ അക്കോമഡേഷൻ അസന്റിന്റെ പ്രത്യേകതയാണ്. ആധുനിക വൈദ്യശാസ്ത്രം ഏറെ പുരോഗതിയിലേക്ക് കുതിക്കുന്ന പുതിയ കാലത്ത് ശാസ്ത്രത്തിന്റെ നൂതനമായ സാങ്കേതികത ലഭിക്കാത്ത നൂറുകണക്കിന് ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു ചുറ്റുപാടിൽ അത്തരമൊരു ടെക്നോളജി പരമാവധി സമൂഹത്തിന്റെ അടിത്തട്ടു മുതൽ മുഴുവൻ പേർക്കും എത്തിക്കുക എന്ന വളരെ പ്രശംസനീയമായ ഒരു ദൗത്യമാണ് അസെന്റ് നിർവഹിക്കുന്നത്. നമ്മുടെ ശബ്ദത്തിനുണ്ടാവുന്ന മാറ്റങ്ങൾക്ക് കാരണം പലപ്പോഴും ശബ്ദ നാഡികളിൽ അല്ലെങ്കിൽ സൗണ്ട് ബോക്സിൽ നമ്മുടെ ലാരിങ്സിലുണ്ടാവുന്ന ദശകളും മുഴകളുമൊക്കെ ആവാം. അത് കൂടാതെ തന്നെ ശബ്ദനാഡികൾക്കുള്ള ബലക്കുറവ് അല്ലെങ്കിൽ ശബ്ദനാളികളുടെ തളർച്ച, ഇതിനെല്ലാമുള്ള നൂതനമായ ചികിത്സകളും നൂതനമായ സർജറികളും നൂതനമായ ഇഞ്ചക്ഷൻ ലാരിങ്കോപ്ലാസ്റ്റി തുടങ്ങിയ പലതരം ചികിത്സകളും ഇന്ന് അസെന്റ് ENT ഹോസ്പിറ്റൽ ലഭ്യമാണ്. ഇത് കൂടാതെ അസെന്റ് ENT ഹോസ്പിറ്റലിൽ നമുക്കൊരു പ്രത്യേകത ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റ് അസെന്റ് ENT ഹോസ്പിറ്റലിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഡിപ്പാർട്ട്മെൻറ്റാണ് തന്നെ എന്ന് പറയാം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതും വെൽ എക്യുപ്ഡ് ആയിട്ടുള്ളതുമായ ഒരു ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്കിവിടെയുള്ളത്. കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി പ്യൂർടോൺ ഓഡിയോമെട്രി, സ്പീച്ച് ഓഡിയോമെട്രി, മദ്യകരണത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി ഇമിറ്റൻസ് ഓഡിയോമെട്രി, നവജാത ശിശുക്കളിലെയും കുട്ടികളുടെയും കേൾവി സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനായി ബറ, ASSR, DPOAE, TEOAE, കോക്ലിയയുടെ ഫംഗ്ഷൻ കണ്ടെത്തുന്നതിനായി ECOG, കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികളുടെ കേൾവി മനസ്സിലാക്കുന്നതിനായി EABR തുടങ്ങിയ ടെസ്റ്റുകൾ ഇവിടെ ലഭ്യമാണ്. തലകറക്കത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിനായി BEMS സിസ്റ്റമുള്ള ബാലൻസ് ക്ലിനിക്കും അതുപോലെ തന്നെ ശബ്ദ സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിനും പരിഹരിക്കുന്നതിനുമായി വാഗ്മി പോലുള്ള കമ്പ്യൂട്ടറൈസ്ഡ് സോഫ്റ്റ്വെയറുകളും നമുക്കിവിടെ ലഭ്യമാണ്. ലോകോത്തര നിലവാരമുള്ള കമ്പനികളുടെ വാട്ടർ പ്രൂഫ് സാങ്കേതികവിദ്യയുള്ളതും പുറമെ കാണാത്തതുമായ നവീന സാങ്കേതിക വിദ്യയുള്ള ശ്രവണ സഹായികളുള്ള അഡ്വാൻസ്ഡ് ഹിയറിംഗ് സെൻറ്റർ ഈ ഹോസ്പിറ്റലിലുണ്ട്. കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞവർക്കും പക്ഷാഘാതം മൂലം സംസാരം, ഭാഷ എന്നിവ നഷ്ടപ്പെട്ടവർക്കും മുച്ചുറി, മുച്ചുണ്ട് എന്നിവ മൂലം സംസാര വൈകല്യമുള്ളവർക്കും തൊണ്ടയിലെ ക്യാൻസർ മൂലം സംസാരം നഷ്ടപ്പെട്ടവർക്കും വിക്കുള്ളവർക്കും ഇവിടെ വിദഗ്ധ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പി ഇവിടെ ലഭ്യമാണ്. ഈ ഹോസ്പിറ്റലിൽ ബിരുദാന്തര ബിരുദം എടുത്ത 3 പേരും ബിരുദമെടുത്ത ഒരാളും ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. ENT ഡോക്ടേഴ്സും ഓഡിയോളജിസ്റ്റും തമ്മിലുള്ള ഒരു ടീം വർക്കാണ് ഇവിടെ ഉള്ളത്. അസെന്റ് ENT ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനസ്തീഷ്യയെ കുറിച്ച് പറയുമ്പോൾ അതൊരു ടീം വർക്കാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന സർജറികൾ എന്ന് പറഞ്ഞാൽ ENTയിലെ ചെറിയ സർജറികൾ മുതൽ ഏറ്റവും കോംപ്ലിക്കേറ്റഡായ സർജറികൾ വരെ ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടുതലുമായിട്ടും ജനറൽ അനസ്തീഷ്യ വിഭാഗത്തിൽപ്പെട്ട അനസ്തീഷ്യയാണ് കൊടുക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും മോഡേൺ എക്യുപ്മെൻറ്റ്സ് നമുക്ക് ലഭ്യമാണ്. അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫും നമുക്ക് ലഭ്യമാണ്. നമ്മുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ സേഫ്റ്റിയാണ് പ്രധാനം. അതുമായി ബന്ധപ്പെട്ട് സർജറിക്ക് ആവശ്യമായിട്ടുള്ള അനസ്തീഷ്യ മെഷീനുകൾ, അനസ്തീഷ്യ മോണിറ്ററുകൾ, അത് കഴിഞ്ഞ് സർജറി കഴിഞ്ഞിട്ടുള്ള രോഗിയുടെ പരിചരണത്തിനായിട്ടുള്ള ICU, വെൽ എക്യുപ്ഡ് ICU വിത്ത് വെന്റിലേറ്റർ എല്ലാം നമുക്ക് ലഭ്യമാണ്. ജന്മന ബധിരരും മൂകരുമായ ചെറിയ കുട്ടികൾ മുതൽ പ്രായാധിക്യം കാരണം ജീവിതത്തിന്റെ വഴിത്തിരിവിൽ പ്രജ്ഞ അറ്റുപോകുന്നവർക്കും അസെന്റ് ഒരു ആശാ കവാടമാണ്. സാർ പറഞ്ഞു, നിനക്ക് ഞാൻ കേൾവി എന്തായാലും ശരിയാക്കി തരാമെന്ന്.
അപ്പോൾ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ സാറേ എന്ന്. കുറച്ച് പൈസ വരും എന്ന് പറഞ്ഞു. അതിനൊന്നും പ്രശ്നമില്ല, എനിക്കൊരു ജോലി ഉണ്ടായില്ല, ഞാൻ എങ്ങനെയെങ്കിലും പൈസ ശരിയാക്കി തരാമെന്ന് സാറിക്കൊരു ധൈര്യം തന്നതാണ് ഷർഫുദി സാറ്. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് സാറിന് എൻ്റെ ജീവൻ തന്നെ അങ്ങോട്ട് തരികയാണ്. കാരണം എനിക്ക് ഈ ഓപ്പറേഷൻ ഇത്രയും വലിയ ഓപ്പറേഷനല്ലേ, 3 ലക്ഷത്തിൻ്റെ, അത് ചെയ്താലും വേണ്ടിയില്ല, എൻ്റെ ചെവി കേട്ടാൽ മതിയായിരുന്നു. അങ്ങനെ സാറിന് നീ ഒരു പേടി പേടിക്കണ്ട, സമാധാനിച്ചിരിക്കുന്ന ഒരു ധൈര്യം തന്നത് സാറാണ്. അതിൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല. പിന്നെക്ക് മുന്നോട്ട് പോകാൻ ജോലി ചെയ്യാനും എല്ലാത്തിനും ഒരു ധൈര്യം ഉണ്ടായി ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. പത്രത്തിൽ നിന്ന് കിട്ടിയ ഒരു ചെറിയ ന്യൂസിൻ്റെ പേരിലാണ് വന്നത്. വന്ന് നോക്കി അപ്പം ഞാൻ ഡോക്ടർ കണ്ട് ഡോക്ടറിനോട് പറഞ്ഞു ചെറിയൊരു ഓപ്പറേഷൻ നടത്തിയാൽ കേൾവി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ 15 ദിവസത്തെ മരുന്ന് എഴുതി തന്നു. ആ മരുന്ന് കഴിച്ചതിന് ശേഷം ഓപ്പറേഷൻ തയ്യാറായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പറേഷൻ തയ്യാറായിട്ട് വീട്ടിൽ കുടുംബ സമേത വന്നത്. ഞങ്ങൾ 4 പേര് വന്നു. അങ്ങനെ വന്ന് അഡ്മിറ്റായി. 5-ാമത്തെ ദിവസം ഓപ്പറേഷൻ ചെയ്തു. ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് സൈലൊക്കെ വെട്ടിമുറിക്കുന്നത് വിചാരിച്ചാൽ, പക്ഷെ അതൊന്നും ഉണ്ടായില്ല. എന്തോ പിന്നെ ഒരു ചെറിയൊരു മയക്കം ഉണ്ടായുള്ളൂ, കൂടുതൽ ബോധം കെടുത്തുണ്ടായില്ല. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തോ ഒരു കുളത്തി പിടിക്കുന്ന പോലെ എനിക്ക് തോന്നിയുള്ളൂ, കൂടുതലും തോന്നില്ല. എന്തോ വെച്ചപ്പോൾ എനിക്ക് കേൾവി അപ്പം തന്നെ കിട്ടി. അങ്ങനെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് എല്ലാം കേൾക്കുന്നുണ്ട് സാറേ, സന്തോഷമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അരമണിക്കൂർ അവിടെ കിടക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ കെടുത്തി കഴിഞ്ഞപ്പോൾ എന്നെ റൂമിൽ കൊണ്ട് കെട്ടി. അവിടെ നിന്ന് 5 ദിവസം കഴിഞ്ഞപ്പോൾ സുഖമായി. അപ്പോൾ എന്നോട് എല്ലാ വിശേഷങ്ങളും ചോദിച്ചറിഞ്ഞ് അങ്ങനെ സുഖമായി എന്ന് കണ്ടപ്പോൾ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തു. പൊക്കോ, പ്രശ്നമൊന്നുമില്ല, 1 മാസം കൂടി കഴിയുമ്പോൾ ഒന്നും കൂടി വരണം എന്ന് പറഞ്ഞു. മരുന്നൊക്കെ തന്നു, സുഖമായി. ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല, പൂർണ്ണമായിട്ടും കേൾക്കാം, ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് എനിക്ക് നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. അതിനുശേഷമുള്ള ബന്ധം ഞങ്ങൾ ഇന്നും തുടർന്ന് പോകണം. ഞാൻ ഡോക്ടറെ ഒരു വർഷത്തിലൊരു തവണ തന്നെ ഒന്ന് കാണും. കേരള ഗവൺമെൻറ്റിൻ്റെ ജന്മന ബധിരരായിട്ടുള്ള കുട്ടികൾക്കുള്ള ശ്രുതി തരംഗം എന്ന കോക്ലിയർ ഇംപ്ലാന്റേഷൻ പദ്ധതി ദക്ഷിണ മലബാറിൽ അസൻഡി ENT ഹോസ്പിറ്റലിൽ ചെയ്തു വരുന്നു. അതിൻ്റെ കേരള ഗവൺമെൻറ് എംപാനൽമെൻറ്റ് സെൻറ്ററും കൂടിയാണ് അസൻഡി ENT ഹോസ്പിറ്റൽ. അപ്പം ഞങ്ങളവിടെ അടുത്തൊരു ഡോക്ടറെ അടുത്ത് പോയി, പാലക്കാട് ENT ഡോക്ടറെ അടുത്ത് കാണിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ പെരിന്തൽമണ്ണയിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. അപ്പോൾ അവിടെ ഷർഫുദ്ദീൻ സാറിനെ കണ്ടു. സാറാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇയറിംഗ് എയ്ഡ് വെച്ചിട്ട് ആദ്യം നോക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങളത് നോക്കിയായിരുന്നു. പിന്നെ ഞങ്ങൾ പേപ്പറിൽ ഇങ്ങനെ ശ്രുതിതരംഗത്തിനെ കുറിച്ച് വായിച്ചറിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് ഒന്ന് അതിനെക്കുറിച്ച് സംസാരിച്ചു. ഗവൺമെൻറ്റിൽ ശ്രുതിതരംഗം എന്നുള്ള ഇതിൽ ഇങ്ങനെ കേൾവിയില്ലാത്ത കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഡോക്ടറായിട്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ ഡോക്ടർ അതിൻ്റെ ഫോമും ഇതൊക്കെ ഞങ്ങൾക്ക് ശരിയാക്കി തന്നു. അങ്ങനെ സാറിൻ്റെ അടുത്ത് വന്ന് ഞങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ അവൾക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് 2 മാസം കേൾക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവൾ നന്നായി ഓരോ വാക്കുകളും നന്നായി സംസാരിക്കാനൊക്കെ തുടങ്ങി. ഇവിടെ വരുന്ന ആയിരക്കണക്കിന് മനുഷ്യർക്ക് ബാല്യത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും തങ്ങളുടെ ENT പ്രശ്നങ്ങളിൽ ആശ്വാസമായ അസെന്റ് അവരുടെ സന്തോഷങ്ങളുടെ ദിനങ്ങളിൽ മധുരമുള്ള ഒരു ഓർമ്മയായിരിക്കും. സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് സമൂഹത്തിലെ എല്ലാവിധ ENT ആൻഡ് നെക്ക് സംബന്ധമായി രോഗമുള്ള എല്ലാ പേഷ്യൻസിനും ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും പ്രഗത്ഭന്മാരായ ENT സർജന്മാരെ കൊണ്ട് നൽകുക എന്നതിനാണ് അസെന്റ് ENT പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രോഗനിർണയ ആവശ്യാർത്ഥം ജർമ്മനി, USA, UK എന്നീ രാജ്യങ്ങൾ, വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്ത് അവയിലൂടെ രോഗനിർണയം നടത്തി ഏറ്റവും നല്ല ചികിത്സ ഏറ്റവും മിതമായ നിരക്കിൽ നൽകുക എന്നതിനാണ് അസെന്റ് ENT പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അസെന്റ് ENT ഹോസ്പിറ്റൽ കേരള ഗവൺമെൻറ്റിൻ്റെ കോക്ലിയർ ഇംപ്ലാന്റേഷനിൽ അംഗീകൃത ഹോസ്പിറ്റലാണ്. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അഡിപ്പ് സ്കീം എന്ന കോക്ലിയർ ഇംപ്ലാന്റ് പ്രോഗ്രാമിനും അംഗീകൃത ഹോസ്പിറ്റലാണ് അസെന്റ് ENT ഹോസ്പിറ്റൽ. ഇത് കൂടാതെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ENT സർജൻസിനുള്ള ട്രെയിനിങ് പല രൂപത്തിലും അസെന്റ് ENT ഹോസ്പിറ്റൽ ഒരുക്കുന്നുണ്ട്. 2 വർക്ക്ഷോപ്പ് ENT ഡോക്ടേഴ്സിനും ജൂനിയർ ENT ഡോക്ടേഴ്സിനും ഈവൻ എക്സ്പീരിയൻസ്ഡ് ENT ഡോക്ടേഴ്സിനും കൂടിയുള്ള
അക്കാഡമിക്കായിട്ടുള്ള ലൈവ് സർജറി വർക്ക്ഷോപ്പുകളും സെമിനാറുകളും റെഗുലറായിട്ട് അസൻറ്റ് ENT ഹോസ്പിറ്റൽ ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓട്ടോളജിയുടെ നാഷണൽ ഓട്ടോളജി ബോഡിയുടെ ഫെലോഷിപ്പിനുള്ള സൗകര്യം കേരളത്തിൽ ആകെ അസൻറ്റ് ENT ഹോസ്പിറ്റലിലാണ് ഏക സെൻറ്റർ ISOയുടെ ഫെലോഷിപ്പിനുള്ള. അതോടൊപ്പം തന്നെ AOI അസോസിയേഷൻ ഓഫ് ഓട്ടോലാരിംഗോളജിസ്റ്റ് ഓഫ് ഇന്ത്യ കേരള ചാപ്റ്ററിൻ്റെ ഫെലോഷിപ്പിനുള്ള അംഗീകാരവും ദക്ഷിണ മലബാറിൽ ആകെയുള്ളത് അസൻറ്റ് ENT ഹോസ്പിറ്റലാണ്. ENT ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗത്തിലെ എല്ലാത്തരം നൂതന ചികിത്സകളും ഒരു ടീം വർക്കായിട്ട് പ്രഗത്ഭ ഡോക്ടർമാരും അനസ്തേഷ്യ ഡോക്ടർമാരും സർജന്മാരും അനസ്തേഷ്യ ടെക്നീഷ്യന്മാരും ബാക്കിയുള്ള എല്ലാതരം സ്റ്റാഫുകളും എല്ലാ ടെക്നിക്കൽ സ്റ്റാഫുകളുടെയും സഹായത്തോടുകൂടി ഒരു ടീമായി ജനങ്ങൾക്ക് എല്ലാ രൂപത്തിലുള്ള ENT ഹെഡ് ആൻഡ് നെക്ക് സർജറി വിഭാഗത്തിലുള്ള സൗകര്യങ്ങൾ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ചരിത്രത്തിന്റെ വഴിത്താരയിൽ നിഷ്കാമ സേവനത്തിന്റെ പൊൻതൂവലുകൾ അണിഞ്ഞ് ഒരു യാഥാർത്ഥ്യമായി അസൻറ്റ് എന്നും തല ഉയർത്തി നിൽക്കുക തന്നെ ചെയ്യും. Ascent ENT Hospital, പെരിന്തൽമണ്ണ.